സംഭവം കറക്റ്റ് ഞാൻ വിചാരിച്ച പോലെ അല്ല. ഖലീഫിനാണെങ്കിലും ഇത് തകർത്തു. എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് നിവിൻ പോളിയുടെ കഥാപാത്രം. നിവിൻ പോളിക്ക് അവസാനം വേണ്ടിയിട്ട് പോലെ എനിക്ക് വലിയൊരു ഇഷ്ടമാണ്. എനിക്ക് പറയാനുള്ളൂ കോമഡിയാണ് സൂപ്പർ. ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി. ഒരു പ്രിയദർശൻ പടം പോലെ ഉണ്ട്. ഗിരീഷ് ഷെട്ടി തകർത്തുണ്ട്. ഉഗ്രം സ്ക്രിപ്റ്റ്, ഉഗ്രം ഡയറക്ഷൻ, സംഗീതം തകർത്തുണ്ട്. സംഗീതം നിവിൻ പോളി, പിന്നെ ലിക്ഷമനൊരു ചെയ്ത ആൾ, സുരേഷ് കൃഷ്ണ എല്ലാം തകർത്തുണ്ട്. ബിന്ദു പണിക്കർ ചെറിയ റോളാണെങ്കിൽ അത് നന്നായിട്ടുണ്ട്. ചിരിക്കാൻ നന്നായിട്ടുണ്ട്. കോമഡി, ഫാമിലി, ഫീൽ ഗുഡ് ജോണ്ടർ പടം. ഓണം തൂക്കിയെന്ന് പറയാം. പഴയ നിവിൻ പോളിയെ കാണാം. സർവ്വമായണ ഒന്നുമല്ല, ഇത് സൂപ്പർ ഹിറ്റായി. ഹിറ്റിലും പടം. ഗിരീഷ് ഷെട്ടിക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പഴിച്ചറിയാം. പഴയ ഒരു നിവിൻ പോളി കണ്ടത് പഴയ ലാലേട്ടൻ, ഒരു പ്രിയദർശൻ ലാലേട്ടൻ പടം പോലെ ഉണ്ട്. റൊമാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാണ് ക്ലൈമാക്സ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിവിൻ പോളിയുടെ കഥാപാത്രം ആറാട്ടറിലാണോ. നിവിൻ പോളിക്ക് മമ്മരിയിൽ തകർത്തുണ്ട്. നിവിൻ പോളിക്ക് അവസാനം പെണ്ണിട്ടി പോലെ ആറാട്ടറും പെണ്ണിട്ട് അത്ര പറയാനുള്ളൂ. തകർപ്പും പടം. ഓണം തൂക്കി. മലയാളത്തിലെ പുതിയ ജനപ്രിയ നായകൻ വരുന്നത് തോന്നുന്നുണ്ടോ? പിന്നില്ലാതെ പഴയ ജനപ്രിയ നായകൻ ഇപ്പം മിസ്സിംഗ് ആണല്ലോ. പഴയ ജനപ്രിയനും പഴയ ലാലേട്ടനും എല്ലാമാണ് ഇപ്പോൾ നിവിൻ പോളി. കുറേ നാളെ നിവിൻ പോളി ഇങ്ങനെ സിനിമ ചെയ്തിട്ടോ, ഇങ്ങനത്തെ സിനിമയായിട്ട് കുറേ നാളായിട്ട് ചെയ്തിട്ട് ശക്തമായി തിരിച്ചു വരുവാണ് നിവിൻ പോളിയുടെ. എല്ലാവർക്കും പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന പടമാണ്. അവസാനം നിങ്ങൾക്ക് ആറാട്ടൻ്റെ അറിയാവുന്ന സിനിമയായിട്ട് തോന്നും.